പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട അമലാണ് ഉദഹിയത്ത് എന്നത്. നാളെ മുതൽ അത് ആരംഭിക്കുകയാണ്. ഉദഹിയത്തിൽ ശ്രദ്ധിക്കേണ്ട 1-2-3 കാര്യങ്ങൾ. ഒന്ന്, മൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ പരിശുദ്ധ റസൂൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഒറ്റക്കണ്ണനാവരുത്. രണ്ടാമത്തതിന് മുടന്തുണ്ടാവരുത്. മൂന്നാമത്തത് വ്യക്തമായ അസുഖം ഉണ്ടാവരുത്. നാലാമത്തത് മെലിഞ്ഞതാവരുത്. ഇങ്ങനൊരു മൃഗത്തെ തിരഞ്ഞെടുത്താൽ ആ മൃഗം ഒരാൾക്ക് തനിച്ചിറക്കാം, പങ്കാളിത്തം കൊണ്ട് മറക്കാം, അതായത് ഷെയർ കൂടിയിട്ട് ഇറക്കാം. ഷെയർ കൂടി ഇറക്കുമ്പോൾ തന്നെ 7 ആളുകളാണ് ഒരു മൃഗത്തിൽ ഷെയർ ആവേണ്ടത്. ആ 7 ആളുകൾ 6 ആവാം, 5 ആവാം, 4 ആവാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ 7-നേക്കാൾ അപ്പുറത്തേക്ക് വരരുത്. പക്ഷെ ചില നാടുകളിലൊക്കെ വരുന്നൊരു തെറ്റിദ്ധാരണ, പള്ളിയിൽ നിന്ന് 7 ആളുകളെ ദുൽഹിജ്ജയുടെ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ അയാൾ വീട്ടിൽ വന്ന് പിന്നെ അയാളുടെ ഷെയറിൽ മറ്റൊരാളെ കൂടെ ചേർക്കുന്ന അവസ്ഥ. ഉദാഹരണം, ഒരു 70,000 രൂപ ഒരു മൃഗത്തിനുണ്ടെന്ന് വെക്കുക. 10,000 രൂപയാണ് അപ്പോൾ ഒരാൾ എടുക്കേണ്ടി വരിക. അപ്പോൾ അയാൾ വീട്ടിൽ വന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് 3,000, പെങ്ങൾ 3,000, അങ്ങനെ അയാളെ ഷെയറിൽ മറ്റുള്ളവരെ ഷെയർ ആക്കുമ്പോൾ 7 എന്നത് അത് 8, 9, 10 ഒക്കെ ആവും. ആ ഷെയർ ശരിയാവുന്നതല്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ 7 ആളുകൾ ഷെയർ കൂടി. ഈ ഷെയർ കൂടുന്ന ആളുകൾ എല്ലാവരും നാട്ടിലുണ്ടാവുന്നവരാവണമെന്നില്ല. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് നെയ്യത്താണല്ലോ. ഞാൻ ചുരുക്കി പറയുകയാണ്. അപ്പോൾ പ്രവാസികളായ ആളുകൾ അത് വക്കാലത്താക്കണം. നാട്ടിലുള്ള ആളുകൾക്ക് തന്നെ വക്കാലത്താക്കാം, അല്ലെങ്കിൽ അറവുകാരനെ വക്കാലത്താക്കാം, അറക്കുന്ന ആളെ വക്കാലത്താക്കാം, അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിലുള്ള ഒരാളെ വക്കാലത്താക്കാം. നെയ്യത്ത് നിർബന്ധമാണ് എന്നതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. അങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ ഇറാഖദ്ദമാണല്ലോ. അതുപോലെ തന്നെ മറ്റൊന്നുണ്ടാവേണ്ടത് ഫക്കീറന്മാർക്ക് കൊടുക്കുക എന്നുള്ളതും. അറുത്ത് കഴിഞ്ഞാൽ ഒരു മൃഗത്തിൽ 7 ആളുണ്ടാകുമ്പോൾ ആ 7 ആൾക്കും 7 ഷെയറാണ്. അയാളുടെ ഒരു ഉദഹിയത്ത് കഴിഞ്ഞു. അവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, പലരുടെയും ധാരണ 7 വർഷം അല്ലെങ്കിൽ 7 തവണ ഉദഹിയത്ത് അറുത്താലാണ് ഒരാളുടെ ഉദഹിയത്ത് പരിപൂർണമാവുക എന്നതാണ്. അങ്ങനെയല്ല. അത് പല നാടുകളിലും അങ്ങനെ ഒരു പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയല്ല. ഒരു തവണ അറുത്താൽ തന്നെ അയാളുടെ ഉദഹിയത്ത് വീടി. ആ ഉദഹിയത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, 7 ആളുകൾ അറക്കുമ്പോൾ സുന്നത്തായ ഉദഹിയത്താണെങ്കിൽ ഇപ്പോൾ 70 കിലോനാണ് ഒരു ബലിമൃഗത്തിലുള്ളതെങ്കിൽ 10 കിലോ ഒരാളുടെ ഷെയറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് 1/2 കിലോ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിൽ നിന്നല്ല, 7 ആളുകൾ, അതായത് 7 × 1/2 എത്രയാണോ, അതായത് 3.5 കിലോ ഉണ്ടാവും. ആ 3.5 കിലോനും ഫക്കീറന്മാർക്ക് കൊടുക്കണം. എന്നാലാണ് അയാളെ സുന്നത്തായ ഉദഹിയത്ത് ശരിയാവുക. അത് മഹലിൽ തന്നെ കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ മഹലിൽ തന്നെ കൊടുക്കണം. ഫക്കീറന്മാരില്ലെങ്കിൽ മാത്രമേ അത് നഖല് ചെയ്യാൻ പറ്റുകയുള്ളൂ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ ഉദ്ഹിയത്ത് നേർച്ചയാലോ മറ്റേതെങ്കിലും രീതിയിൽ അത് ഫർളാണെങ്കിൽ, ഒരാളുടെ ഉദ്ഹിയത്ത് ഫർളാണ്, നേർച്ചയാണ്, മറ്റ്6 ആൾക്കാർ സുന്നത്താണ്. എന്നാൽ ഈ ആൾക്ക് അതിൽ നിന്ന്, അതായത് അയാളെ ഈ ഓഹരിയിൽ നിന്ന്, ഷെയറിൽ നിന്ന് അയാൾക്ക് ഒരു കഷ്ണം പോലും എടുക്കാൻ പാടുള്ളതല്ല. അത് മുഴുവനും ഫക്കീറന്മാർക്ക് തന്നെ കൊടുക്കണം. അത് നാട്ടിൽ തന്നെ കൊടുക്കണം. നാട്ടിൽ ഫക്കീർ ഇല്ലെങ്കിൽ അതിനെന്ത് ചെയ്യാം, മറ്റു നാട്ടിലേക്ക് നക്കല് ചെയ്യാം, അത് മറ്റു നാട്ടിലേക്ക് കൊടുക്കാം. ഇങ്ങനെയുള്ള വളരെ ചെറുതായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പോലും പലരും ശ്രദ്ധിക്കാതെയാണ് ഉദഹിയത്ത് നടത്തുന്നത്. ഇനി ഒരു സുന്നത്തായ കാര്യം, താൻ ഏത് മൃഗത്തിലാണോ പങ്കാളിത്തം കൂടിയത് ആ മൃഗത്തിൽ നിന്ന് തന്നെ തനിക്ക് മാംസം ലഭിക്കുകയാണെങ്കിൽ അതും ഉത്തമമാണ്. സുന്നത്ത് അദ്ദേഹത്തിന് അതാണ്. കിട്ടിയതിനെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ സംഘാടകരും ഉദഹിയത്ത് അറക്കുന്നവരും പ്രത്യേകിച്ച് നാളത്തെ ദിവസം, വലിയ പെരുന്നാളിൻ്റെ ദിവസം അല്ലെങ്കിൽ അറക്കുന്ന ദിവസം സമയത്തിൻ്റെ പ്രയാസം കൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഹുക്കുമുകൾക്കെതിരാവരുത്, നിയമങ്ങൾക്കെതിരാവരുത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല രീതിയിൽ പരിപൂർണാർത്ഥത്തിൽ നമ്മളൊരു അമല ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് സംഘടിത ഉദഹിയത്തിൽ നിന്ന് ഒരുപാട് നന്മകൾ നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് മാംസം എത്തുന്നു, ഒരുപാട് ആളുകൾ ഇത് ഭക്ഷിക്കുന്നു എന്ന് തന്നെ വലിയൊരു പുണ്യമാണ്. അള്ളാഹു അതിനൊക്കെ കൂടിയവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.